ഹലോ ഗൈസ്, ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ്. കുക്ക് ചെയ്യുന്നത് ഇന്ന് ഞാനല്ല, എൻ്റെ അനിയത്തിയാണ്. അതിൽ നിന്ന് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്തും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ജസ്റ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. വീഡിയോ എത്രത്തോളം ക്ലിയർ ആവുമെന്നറിയില്ല, കാര്യം ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് രാത്രി 11:50 ആ ഒരു സമയമൊക്കെ. ആ ഒരു സമയത്താണ് ഈ ഒരു ചിക്കൻ കറി വെക്കാൻ എൻ്റെ അനിയത്തിക്ക് തോന്നിയത്. അപ്പോൾ തേങ്ങ ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്കിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് അതും ഒന്ന് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് ഇളക്കണം. അതിന് ശേഷം അതിലേക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി, സവോളയല്ല ചെറിയ ഉള്ളിയാണ് ഇതിനെടുക്കേണ്ടത്, അതും ചെറുതായിട്ട് അരിഞ്ഞത് ജസ്റ്റ് അതിലേക്കിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇത് ചിക്കൻ കറിയാണോ ചിക്കൻ വരട്ടാണോ അതൊന്നും എനിക്കറിയില്ല. അവളുടെ ഒരു റെസിപ്പിയാണ്, അവൾക്ക് തോന്നിയ മസാല കാര്യങ്ങളെല്ലാം ഇട്ട് അവളുണ്ടാക്കുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പം ഉപ്പിട്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ, അത് മറക്കണ്ട. ജസ്റ്റ് ഉള്ളി ഒന്ന് വാട്ടി വരുമ്പം ഉപ്പിടണം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇതിന് വേണ്ട പൊടികളൊക്കെ ഇടാം. ഓക്കെ, ഈ നടുക്കിങ്ങനെ കുഴി കുഴിച്ചിരിക്കുന്നത് ആ എണ്ണയിലോട്ട് ഡയറക്റ്റ് വീണോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കൊരിത്തിരി മുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇടണം കേട്ടോ. പിന്നെ വേണ്ടത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് മെയിനായിട്ട് കുറച്ചേറെ കുരുമുളക് പൊടി. ഇതിൽ കുരുമുളക് പൊടിയാണ് കുറച്ച് അധികം ഇടേണ്ടത്. 1 സ്പൂൺ ഗരം മസാല. ഓക്കെ, അതിനുശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കാരണം അടി പിടിക്കാതിരിക്കാനാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇളക്കുക, വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് അതിൻ്റെ എല്ലാം ഈ നമ്മൾ ഇട്ടിരിക്കുന്നതിൻ്റെ എല്ലാം പച്ചമണം മാറുമ്പോഴേക്കും കുഞ്ഞായിട്ടരിഞ്ഞ തക്കാളിയും കൂടി ഇട്ട് വീണ്ടും പ്രോസസ്സ് കണ്ടിന്യൂ. ഇളക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ളത്, ഇതിൽ മെയിനായിട്ട് ഇടുന്നത് ചിക്കനല്ല, ചിക്കൻ്റെ നെക്കില്ലേ, അത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അത് മാത്രം വാങ്ങിച്ചതാണ്. അത് അതിലേക്ക് ചെറുതായിട്ട് പീസുകളായി അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് തന്നെ കുറച്ചും കൂടി വെള്ളം വരും. എന്നിട്ട് വീണ്ടും അതേ പ്രോസസ്സ് തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുക, കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും മൂടി വെക്കുക. ഒരു 10 മിനിറ്റ്സ് കഴിയുമ്പോൾ എടുത്ത് നോക്കുക. ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യുക. സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ താങ്ക് യു.